അളവനൂൽ മനോഹര ദേശത്ത് വീണ വിശുദ്ധന്മാരുടെ 3 പ്രത്യേകതകൾ. ഒന്ന്, അവരുടെ ഒന്നാമത്തെ പ്രത്യേകത, ധാരാളം നാം കേൾക്കുന്നവരാണ് പരിശുദ്ധന്മാരുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു പ്രസക്തിയുണ്ട് ഈ വിചാരങ്ങൾക്കെന്ന്. ഒന്ന്, അളവനൂൽ മനോഹര ദേശത്ത് വീണവരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർ സത്ത കൊണ്ട് സ്വാധീനിക്കുന്നവരാണ്. ഇൻസ്പയർഡ് ത്രൂ ബീയിങ്, സത്ത കൊണ്ട് സ്വാധീനിക്കുന്നവരാണ്. നമുക്കറിയാം ഒരാളെ സ്വാധീനിക്കാൻ 3 തലങ്ങളുണ്ടെന്നാണ്. ഒന്നാമത് ഇൻസ്പിറേഷൻ ത്രൂ വേർഡ്സ്, വാക്കുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, നല്ല വാക്കുകളിലൂടെ. ലോകത്തെ എത്രയോ മഹാരഥന്മാരായ പ്രഭാഷകർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ 17 മിനിറ്റ് മാത്രം നീണ്ട ഒരു പ്രസംഗമുണ്ട്. അതിനകത്ത് 9 തവണ അദ്ദേഹം ആവർത്തിച്ചു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന, ഒരേ ഭക്ഷണം പങ്കുവയ്ക്കുന്ന, ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്വപ്നം. അമേരിക്കയിൽ അന്ന് ആ പ്രസംഗം നടക്കുമ്പോൾ 1960കളിലാണ്. ജനം ഹർഷാരവത്തോട് സ്വീകരിച്ചു. 9 തവണയും ആ വാക്കുകൾ മുഴങ്ങിയപ്പോൾ, എനിക്കൊരു സ്വപ്നമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട പ്രഭാഷണങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ബറാഖ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനൊക്കെ കാരണം ആ പ്രസംഗത്തിനും കാരണമില്ലേ? ആ പ്രസംഗവും ഒരു കാരണമല്ലേ? ഞാൻ പറഞ്ഞത്, വാക്കുകൾ കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുന്നവരുണ്ട്. രണ്ടാമത്തത് ഇൻസ്പിറേഷൻ ത്രൂ ആക്ഷൻസ്, കർമ്മങ്ങൾ കൊണ്ട്. മഹാരഥന്മാർ അങ്ങനെയുണ്ട്. മദർ തെരേസയും ഗാന്ധിജിയും തുടങ്ങി കർമ്മങ്ങൾ കൊണ്ട് സ്വാധീനിക്കുന്നവരുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇൻസ്പിറേഷൻ ത്രൂ ബീയിങ്, സത്ത കൊണ്ട്, ഉണ്മ കൊണ്ട്, BEING, ഉണ്മ കൊണ്ട് സ്വാധീനിക്കുന്നവർ. പരിശുദ്ധ പരിമല തിരുമേനി, വിശുദ്ധന്മാർ അങ്ങനെയുള്ളവരാണ്. അവരുടെ സത്ത കൊണ്ടാണ് അവർ കാലത്തെ സ്വാധീനിച്ചത്. അവരുടെ ഉണ്മ തന്നെ ഒരു സ്വാധീനമാണ്, ഒരു നിശബ്ദ സ്വാധീനമാണ്. നമുക്കറിയാലോ, ചിലര് നമ്മിൽ മോഹമുണർത്തും. സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ. ചിലർ നമ്മിൽ പ്രേമമുണർത്തും, ചിലർ നമ്മിൽ സ്നേഹമുണർത്തും, ചിലർ നമ്മിൽ കോപമുണർത്തും. ചിലരെ കാണുമ്പോഴേ ദേഷ്യം വരും. അങ്ങനെ സ്നേഹമുണർത്തുന്നവരുണ്ട്, കോപമുണർത്തുന്നവരുണ്ട്. എന്നാൽ അപൂർവം ചിലർ നമ്മിൽ ബോധമുണർത്തും. അപൂർവം ചിലർ നമ്മിൽ ബോധമുണർത്തും. അങ്ങനെ ഒരാളാണ് പരിശുദ്ധ പരിമല തിരുമേനി. മനുഷ്യ മനസ്സുകളിൽ സ്വന്തം ഉണ്മ കൊണ്ട്, സത്ത കൊണ്ട് ബോധമുണർത്തുന്നവരാണ് പരിശുദ്ധന്മാർ. മലയാളത്തിൽ സന്യാസിമാർക്ക് ഒത്തിരി പദങ്ങളുണ്ട്, മഹർഷി, ഋഷി തുടങ്ങി. എന്നാൽ ഏകർഷി എന്നൊരു പദമുണ്ട്. ആ പദത്തിന്റെ അർത്ഥം സൂര്യനെ പോലെ ഒരാളെന്നാണ്. സമാനതകളില്ലാത്ത വ്യക്തിത്വം, അതുല്യമായ ഒരനുഭവം, സൂര്യനെ പോലെ ഒരാൾ. ഏകർഷി എന്ന പദം പരിശുദ്ധ പരിമല തിരുമേനിക്ക് യോജിക്കും. സൂര്യനെ പോലെ ഒരാൾ, പകലോനെ പോലെ, പനിമതിയെ പോലെ ഒരാൾ. മനുഷ്യ മനസ്സുകളിൽ ബോധമുണർത്തുന്നവരാണ് പരിശുദ്ധന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്ത കൊണ്ട് സ്വാധീനിക്കുന്നവരാണ് അളവനൂൽ മനോഹര ദേശത്ത് വീണ പരിശുദ്ധന്മാർ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾക്ക് വില നൽകുന്നത് എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച്, ഞാൻ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ എത്ര ആയിരങ്ങളുടെ വിലപിടിപ്പുള്ള അതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വേഷങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമുക്ക് തന്നെ നമ്മിൽ തന്നെ ഒരു ഗരിമ തോന്നുന്ന ഒന്നാണത്. അങ്ങനെയാണ് പരസ്യങ്ങൾ നമ്മളോട് പറയുന്നത്. എന്നാൽ നാം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വസ്തുക്കൾക്ക് വില കിട്ടുന്നുണ്ടോ? ഗാന്ധിജിയുടെ കണ്ണടയ്ക്ക് വിലയുണ്ടായത് ഗാന്ധിജി ഉപയോഗിച്ചത് കൊണ്ടാണ്. ലക്ഷങ്ങൾക്ക് അത് മ്യൂസിയത്തിൽ ഇടം പിടിച്ചത്. ലക്ഷങ്ങളാണ് അതിൻ്റെയൊക്കെ ലേല വരുമാനം. നമുക്കറിയാം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്.
നമ്മുടെ വീടുകളിൽ എത്രയോ കരിവീട്ടിയുടെ കട്ടിലുകൾ കിടപ്പുണ്ട്. പക്ഷെ നാം പരുമലയിൽ പോകുമ്പോൾ ആദരവോടെ വണങ്ങി നിൽക്കുന്ന ഒരു കട്ടിലുണ്ട്. പരിശുദ്ധ പരുമല തിരുമേനി ഉപയോഗിച്ചത് കൊണ്ട് അതിന് വിലയുണ്ടായി. പരിശുദ്ധന്മാരുടെ പ്രത്യേകത, ഉണ്മ കൊണ്ട് സ്വാധീനിക്കപ്പെടുമ്പോൾ അവരുടെ പരിസരങ്ങൾക്ക് പോലും വിശുദ്ധിയുടെ നിലാവെളിച്ചം പകർന്നു കിട്ടും. ഏലിയാവിന്റെ പുതപ്പ്, പത്രോസിന്റെ നിഴൽ, പരുമലയിലെ കട്ടിൽ വേദപുസ്തകത്തിന് പുറത്തേക്ക് ഇങ്ങനെ പ്രസരിച്ചു പോകുകയാണ്. ഉണ്മ കൊണ്ട് സ്വാധീനിക്കുന്നവരുടെ പരിസരങ്ങളിൽ പോലും ആ വിശുദ്ധന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണ് പത്രോസിന്റെ നിഴലിൽ ക്രിസ്തു ഉണർന്നു വരുന്നത്. കടന്നുപോയത് പത്രോസ് ആയിരുന്നു, പക്ഷേ നിഴൽ ക്രിസ്തുവിൻ്റെതായിരുന്നു. കട്ടിൽ പരുമല തിരുമേനിയുടേതാണ്, പക്ഷെ അവിടെ വമിക്കുന്ന സുഹൃതങ്ങളുടെ സുഗന്ധം ക്രിസ്തുവിൻ്റെതാണ്. നമ്മുടെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് ഏത് ഫോണിൽ സംസാരിക്കുന്നു എന്നതാണോ, എന്ത് സംസാരിക്കുന്നു എന്നതാണോ പ്രധാനം? ഏത് ഫോണിൽ സംസാരിക്കുന്നു എന്നതാണോ? അല്ല, എന്ത് സംസാരിക്കുന്നു എന്നതാണ്. ഏത് ബൈക്കിൽ പോകുന്നു എന്നതാണോ, എങ്ങോട്ട് പോകുന്നു എന്നതാണോ പ്രധാനം? എങ്ങോട്ട് പോകുന്നു എന്നതല്ലേ. ഏത് വേഷം ധരിക്കുന്നു എന്നുള്ളതാണോ, എന്തു ധരിക്കുന്നു എന്നുള്ളതാണോ പ്രധാനം? എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതല്ലേ. എന്തു പറയുന്നു എന്നുള്ളതാണോ, എത്ര പറയുന്നു എന്നുള്ളതാണോ? എന്തു പറയുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് വില നൽകുന്നത് എന്നുള്ള മൗഢ്യമായ ചിന്ത തെറ്റാണ്. നാം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ സാധനങ്ങൾക്ക് വിലയുണ്ടാകുന്നുണ്ടോ? അതാണ് ശേഷിപ്പുകളുടെ സുഗന്ധം. അങ്ങനെയാണ് അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുക. ഇതിനെ ആവർത്തിക്കട്ടെ, അങ്ങനെയാണ് അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുക. വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 39-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. തബീഥ എന്ന് പറയുന്ന ആ തുന്നൽക്കാരിയെ ഓർമ്മയില്ലേ? പെട്ടെന്ന് ദീനമായി കിടന്ന് മരിച്ചുപോയ തബീഥ, പേഠമാൻ തബീഥ മരിച്ചു കിടക്കുകയാണ്. എല്ലാവരും ആ മരണ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരിക്കുന്നു. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീഥ തങ്ങളോട് കൂടെയുള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലന് ചുറ്റും നിന്നു. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട തബീഥയുടെ ചുറ്റും, മൃതശരീരത്തിന് ചുറ്റും നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഉയർത്തി കാണിക്കാൻ തബീഥ അവശേഷിപ്പിച്ച ചില തുന്നലുകളുടെ, ചില ചേർത്ത് പിടിക്കലുകളുടെ ശേഷിപ്പുകളുണ്ട്. തബീഥ ഉണ്ടാക്കിക്കൊടുത്ത മനോഹരമായ കുപ്പായങ്ങളും മറ്റും. തബീഥ ഒരു തുന്നൽക്കാരിയായിരുന്നു. മുറിഞ്ഞുപോയതിനെ ചേർത്ത് പിടിക്കുന്ന പ്രക്രിയ. തബീഥയുടെ അവശേഷിപ്പുകൾ കാലത്തിന് ഉയർത്തിപ്പിടിച്ച് വിതുമ്പാനുള്ള തിരുശേഷിപ്പുകളായി മാറി. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കുക, കാണിക്കാൻ ചില ശേഷിപ്പുകൾ തബീഥയ്ക്കുണ്ടായിരുന്നു. കാണിക്കാൻ ചില ശേഷിപ്പുകൾ ഏലിയാവിനുണ്ടായിരുന്നത് കൊണ്ടാണ് ആ പുതപ്പ് അവശേഷിപ്പാകാതെ തിരുശേഷിപ്പായത്. എലീശായുടെ കുഴിമാടം അവശേഷിപ്പാകാതെ തിരുശേഷിപ്പായില്ലേ? ഓർക്കുക, ജീവിതത്തിൽ ഇങ്ങനെയൊരു ചോദ്യമുണ്ട്, എന്തുണ്ടാകും ശേഷിപ്പിക്കാൻ? രണ്ട് ചോദ്യങ്ങൾ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ ചോദിക്കപ്പെടും. ഒന്ന്, ഹൗ ലോങ് യു ആർ ലിവിങ്. രണ്ട്, ഹൗ യു ആർ ലിവിങ്. നീ എത്ര നാൾ ജീവിച്ചു? ലോകം അതിന് മാർക്കിടും. രണ്ട്, നീ എങ്ങനെ ജീവിച്ചു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്തി അഭ്യാസങ്ങൾ, നമ്മുടെ ഈ പോളിഷ്ഡ് ലൈഫ്, പള്ളിയിൽ എന്തു സംഭവിക്കുന്നു എന്നതല്ലല്ലോ, പള്ളിക്ക് ശേഷം എന്തു സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്കും നിനക്കും നേരെ ഉയരും. സ്നേഹിത, പള്ളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. നാം പ്രാർത്ഥനയ്ക്ക് പായ വിരിച്ചു കഴിഞ്ഞാൽ നാം വലിയ പരിശുദ്ധന്മാരാണ്. പള്ളിക്ക് ശേഷം എന്താണ് സംഭവിക്കുക? എല്ലാവർക്കും അവശേഷിപ്പുകൾ ഉണ്ടാകും. എന്നാൽ ഈ രാത്രി ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അളവനൂൽ മനോഹര ദേശത്ത് വീണ വിശുദ്ധന്മാർ ചോദിക്കുന്നു, അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? 6 അടി മണ്ണിനപ്പുറത്തേക്ക് നമ്മെ പിന്തുടരുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ. ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ. 2, പ്രാർത്ഥനകൾ. 1 കർമ്മങ്ങൾ, 2 പ്രാർത്ഥനകൾ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 36-ാം വാക്യം ഒരു കട്ടിലുകൂടെ വിറങ്ങലിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. പ്രതാപിയായ ഇസഹാക്കിനോട്
പ്രിയപ്പെട്ട മകൻ ഏശാവ് വന്ന് ചോദിക്കുന്നുണ്ട്. വേട്ടയിറച്ചി സംഘടിപ്പിക്കാനായിട്ട് പോയ ചരിത്രമാണ്, അറിയാമല്ലോ. പഴങ്കിടക്കയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഇസഹാക്കിനോട്, കണ്ണു കാണാൻ വയ്യാത്ത അപ്പനോട് ഏശാവ് ചോദിക്കുന്നു, അപ്പാ, നീ എനിക്കൊരനുഗ്രഹവും ബാക്കി വെച്ചിട്ടില്ലേ? ഒരനുഗ്രഹവും ബാക്കി വെച്ചിട്ടില്ലേ? ഇസഹാക്ക് വിറച്ചുപോയി. മകനെ, നീ ഏശാവോ, നീ യാക്കോബോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കിടക്ക കൂടെ വിറച്ചുപോയ നിമിഷങ്ങളാണ്. സമ്പത്തല്ല ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പ്രതാപശാലിയായ ഇസഹാക്കിനോട് സ്വന്തം മകൻ ചോദിക്കുന്നൊരു സമ്പത്തല്ല, ചില സുഹൃതങ്ങളാണ്, ചില ബ്ലെസ്സിങ്സ് ആണ്. എന്നോടും നിങ്ങളോടും ചോദിക്കുക, അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? ആ പഴങ്കിടക്കയിൽ ഇസഹാക്ക് നടുങ്ങിപ്പോകുന്നുണ്ട്. തലമുറ നമ്മളോടും ചോദിക്കും, താങ്കളൊരു വിജയകരമായ ജീവിതത്തിന്റെ ഉടമയാണോ? നമ്മൾ എന്താണ് അവശേഷിപ്പിക്കുക? കുറെ മുഷിഞ്ഞ തുണികളും ഓട്ടപാത്രങ്ങളും കോൺക്രീറ്റ് കൂടാരങ്ങളും ഗാന്ധിജിയുടെ ചിത്രം പതിച്ച പേപ്പറുകളും അവശേഷിച്ചു പോകുമ്പോൾ അത് ദ്രവ്യമായിരുന്നു, ദ്രവിച്ചു പോകുന്നത്. എന്നാൽ ധന്യമാക്കുന്നവരെന്തോ അതാണ് ധനം. എല്ലാ ധനവും ധനമല്ല. വിശുദ്ധന്മാർ മഹാധനികന്മാരാണ്. ധന്യമാക്കുന്നവരെന്തോ അവർ അവശേഷിപ്പിച്ചു പോയിരിക്കുന്നു. തബീഥ മുറിവുകളെ കൂട്ടിക്കെട്ടുന്ന ജോലിക്കാരിയായിരുന്നു, തുന്നൽക്കാരിയായിരുന്നു. നാം മുറിവുണ്ടാക്കുന്നവരാണോ, മുറിവ് ഉണക്കുന്നവരാണോ? ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ പരിസരങ്ങൾക്ക്, എൻ്റെ തലമുറയ്ക്ക് ശേഷിപ്പുകൾ ഉണ്ടാകുമോ? അയാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് പറയുമോ? അവൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് നാം കടന്നു പോകുമ്പോൾ പറയുമോ? ഒരു ചോദ്യമാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ. അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? ജീവിതം ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകുകയല്ലേ? ഒരു വിചിന്തനത്തിന് എൻ്റെ പരിസരങ്ങൾക്ക് ഞാനൊരു തിരുശേഷിപ്പായി മാറുമോ? ഹസൻ അൽ ബസരി എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്, ആദാമിന്റെ മകനെ, നീ കേവലം കുറെ ദിനങ്ങൾ മാത്രമാണ്. ഓരോ ദിനം കഴിയും തോറും നിന്റെ ഒരു ഭാഗം തന്നെയാണ് കടന്നു പോകുന്നത്. മനുഷ്യനാരാണ്? നമ്മൾ കുറെ ദിവസങ്ങളാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഭാഗമാണ് മുറിഞ്ഞു മുറിഞ്ഞു പോകുക. നമ്മൾ വളരുകയാണോ ചെറുതാവുകയാണോ? ജീവനം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പരിശുദ്ധന്റെ പെരുന്നാളിൽ ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യമാണ്. സത്ത കൊണ്ട് സ്വാധീനിച്ച പരിശുദ്ധന്മാർ നമ്മെ നോക്കി ചോദിക്കുന്നു, വിജയകരമായ ഒരു ജീവിതമാണോ? നിന്റെ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? നമ്മുടെ ജീവിതത്തെ മുറിച്ചു മാറ്റുന്നത് എന്താണ്? അങ്ങനെ മൂർച്ചയുള്ളൊരു കത്തിയുണ്ട്. നമ്മുടെ ജീവിതത്തെ മുറിച്ചു മാറ്റുന്ന മൂർച്ചയുള്ള കത്തി നിങ്ങളുടെ മുൻപിലുണ്ട്. എന്താണെന്ന് പറയാമോ? അത് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ സൂചിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഘടികാരാണ്. ആ ഘടികാരത്തിന്റെ സൂചിയാണ്, ക്ലോക്കിന്റെ സൂചിയാണ്. ആ സൂചി എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കൂ, ഈ പ്രസംഗം തീരാൻ സമയമായോ എന്നല്ല. നിങ്ങളുടെ വാച്ചിലെ സൂചിക്ക് എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുമരിലെ ക്ലോക്കിന് എന്തോ പറയാനുണ്ട്. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. മനുഷ്യാദിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. മനുഷ്യാദിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘടികാരത്തിന്റെ സൂചി നമ്മെ കടന്നു പോകുന്ന സമയം. ജീവിതാവസാനം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത് തിരിച്ചറിവ് എന്തായിരിക്കും? അതിങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതാവസാനം, ആ മരണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആ വിനാഴികയിലേക്ക് പോകുമ്പോൾ അർദ്ധബോധം എങ്കിലും ഉണ്ടെങ്കിൽ നാം ചിന്തിക്കും, ജീവിതാവസാനം വരെ വലുതെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെറുതായിരുന്നു എന്നും ചെറുതും പ്രാധാന്യം കൽപ്പിക്കാത്തതുമായ കാര്യങ്ങളാണ് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളെന്നും നാം മനസ്സിലാക്കുമത്രേ. ഞാനുണ്ടാക്കിയ ലാഭമോ
ബിസിനസ് കാർഡിലെ പദവികളോ ഡിജിറ്റൽ കാർഡുകളൊന്നുമല്ല എൻ്റെ ജീവിതത്തിന്റെ സത്ത നിർണയിക്കുന്നതെന്ന് ബോധ്യമാകുന്നൊരു നിമിഷം അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? നാം എങ്ങനെ ഓർക്കപ്പെടുന്നു? 54 വർഷം മാത്രം ജീവിച്ച പരുമല തിരുമേനി ഓർക്കപ്പെടുന്നത് എങ്ങനെയാണ്? 21 വർഷം മാത്രം ജീവിച്ച ഗീവർഗീസ് സഹത ഓർക്കപ്പെടുന്നത് എങ്ങനെയാണ്? 37 വർഷം മാത്രം ജീവിച്ച അൽഫോൻസാമ ഓർക്കപ്പെടുന്നത് എങ്ങനെയാണ്? വേദപുസ്തകത്തിലേക്ക് നോക്കൂ. ഉയരമേറിയവനും ഉത്തമ ഭരണകർത്താവും ഉത്തുംഗ ശൃംഗങ്ങൾ കീഴടക്കിയവനും അതികായനും രാഷ്ട്രതന്ത്രജ്ഞനും ഭരണ നിപുണനും പരാക്രമശാലിയുമായ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗൽ എവിടെ നിൽക്കുന്നു? ആ ശൗലിനെ ഭയന്നൊരു കിളുന്ത് പയ്യൻ യഹൂദ മലമടക്കുകളിലും എൻഗതി മരുഭൂമിയിലും ഹഖീല കുന്നുകളിലും അലഞ്ഞു തിരിഞ്ഞ് തൻ്റെ ശത്രുവായി തന്നെ വേട്ടയാടുന്ന ശൗലിനോട് ഭൂമിയോളം ക്ഷമിച്ചു കൊടുത്ത് അപാരമായ ക്ഷമയുടെ സുഗന്ധം വീശിയ ദാവീദ് എവിടെ നിൽക്കുന്നു? ദാവീദ് നമ്മെ സത്താപരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ശൗൽ അങ്ങനെയല്ല. നാം വിചാരിക്കുന്ന പരാക്രമങ്ങളല്ല ഓർക്കപ്പെടുക. ശൗലിന്റെ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളായില്ല. ശൗലിന്റെ അവശേഷിപ്പുകൾ യാബേശിലെ പിജുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. ഇസ്രായേലിൽ ഒരു രാജാവിനും കിട്ടാത്ത ദുർവിധി, ദഹിപ്പിക്കേണ്ടി വന്നു ആ ശരീരം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുത്തെന്നു പേരുള്ള ഒരു സ്ത്രീയുണ്ട്. പവിഴം, പേൾ എന്നർത്ഥമുള്ളൊരു സ്ത്രീയുണ്ട്. പെനീന്ന എന്ന വാക്കിന്റെ അർത്ഥം പേളെന്നാണ്. എൽക്കാനായുടെ ഭാര്യ. ഒത്തിരി മക്കളുള്ള പെനീന്ന ഭാഗ്യവതി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ആ വീട്ടിൽ മക്കളില്ലാതിരുന്ന ഹന്നയെ കൂടെ കൂടെ കുത്തിക്കൊണ്ടിരുന്ന, ഹന്നയുടെ മനസ്സിൽ വിഷത്തിന്റെ സൂചിമുനകൾ കുത്തിക്കയറ്റി വേദനിപ്പിച്ച ഹന്ന എവിടെ നിൽക്കുന്നു? പെനീന്ന ഒന്നും അവശേഷിപ്പിച്ചില്ല. പക്ഷെ ഹന്ന നമ്മുടെ മനസ്സിൽ ഒരു സുഗന്ധമുള്ള തിരുശേഷിപ്പാണ്. ശമൂവേൽ ബാലന്റെ അമ്മ. സുറിയായിലെ രാജാവിന്റെ ധീരനും വീരനും പടത്തലവനുമായ നയമാനേക്കാൾ എന്തോരു വീരനായിരുന്നു നയമാൻ. ആ വീടിന്റെ അടുക്കള മൂലയിൽ പാത്രം മോറുകയായിരുന്ന അടിമ പെൺകുട്ടി, നയമാന് ബുദ്ധി പറഞ്ഞു കൊടുത്ത അടിമ പെൺകുട്ടി നമ്മിൽ ബോധമുണർത്തിയിട്ടുണ്ട്. നയമാനേക്കാൾ നമ്മെ സത്താപരമായി സ്വാധീനിച്ചത് ആ കൊച്ചു പെൺകുട്ടിയാണ്. ചരിത്രം ഇങ്ങനെയാണ്, ബൈബിൾ ഇങ്ങനെയാണ്. നാം വിചാരിക്കുന്നതല്ലല്ലോ. സത്താപരമായി സ്വാധീനിക്കുന്നവരാണ് പരിശുദ്ധന്മാർ. അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? നമുക്കറിയാമല്ലോ, ലോകം കീഴടക്കാൻ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിത്വം ഹിറ്റ്ലറാണ്. ലോകം പേടിച്ചിരുന്ന ഹിറ്റ്ലർ പരാക്രമശാലി. എന്നാൽ ഇന്ന് ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാംഫിനേക്കാൾ വായിക്കപ്പെടുന്നത് ആ മനുഷ്യനാൽ കൊല്ലപ്പെട്ട 10,000-ങ്ങളിൽ ഒരുവളായ, ലക്ഷങ്ങളിൽ ഒരുവളായ ആ പേടിച്ച 2 ഗുഹകളിൽ ജീവിച്ച ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ആ ആത്മകഥയാണ്, ആ കൊച്ചു പെൺകുട്ടിയുടെ ആത്മകഥയാണ്. അപ്പോൾ ആരാണ് ഓർക്കപ്പെടുക? ആരുടെ ഓർമ്മയ്ക്കാണ് ഘനമുണ്ടാവുക? എവിടെയാണ് സുഹൃതമുണ്ടാവുക? ഹിറ്റ്ലർ 1940 ഏപ്രിൽ 30 ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലർ ആരിലും ബോധമുണർത്തിയില്ല, ആരുടെയും ബോധത്തെ ഗുണപരമായി പ്രഹരിച്ചില്ല. പരാക്രമശാലികളുടെ അന്ത്യം നോക്കൂ. മുസോളിനി മിലാൻ പാലത്തിൽ അനുയായികൾ കെട്ടിത്തൂക്കി. നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഏകനായി നടുക്കടലിലൂടെ ഒഴുക്കപ്പെട്ടു. വോൾട്ടയർ ഞാൻ നരകത്തെയും പിശാചിനെയും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചയാളാ. ഭയങ്കര ക്രിസ്തു വിരോധിയായിരുന്നു. ആ പരാക്രമശാലികളൊക്കെ പട്ടുപോയി. പ്രസിദ്ധനായ സീസറും ഹോമറും ഒക്കെ സിസ്റ്റർ ബെനി ബെനീജിയുടെ കവിത പോലെ. നമ്മുടെ ഭാരതം എന്താണ് പഠിപ്പിക്കുന്നത്? അയോധ്യയിൽ സിംഹാസനത്തിൽ വാണരുളുന്ന രാമനെയല്ല ഭാരതം ആരാധിക്കുന്നത്. മറിച്ച് അയോധ്യ കാട്ടിലാണെന്നും കാട്ടിൽ പോകുമ്പോൾ ഞാനത് അയോധ്യയായി കരുതുമെന്നും ആണ് രാമൻ പറഞ്ഞത്. അയോധ്യയിൽ നിന്ന് ഇറങ്ങിപ്പോയ രാമനാണ് ഭാരതം ആരാധിക്കുന്ന രാമൻ. അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമി, രാമൻ രഞ്ജിപ്പിക്കുന്നവനെന്നാണ്. പക്ഷേ വർത്തമാനകാലം വ്യാഖ്യാനിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഓർക്കുക, ചില തോറ്റുകൊടുത്തവരുടെ ജീവിതമാണ് പ്രപഞ്ചത്തെ സ്വാധീനിച്ചത്.
ആരാണ് ഓർക്കപ്പെടുക? ആരുടെ അവശേഷിപ്പുകളാണ് തിരുശേഷിപ്പുകളായത്? 54 വർഷം മാത്രം ജീവിച്ച ഒരു മഹാമുനി, ആ കൃശഗാത്രനായ മനുഷ്യൻ, ആ തേജോധാരിയുടെ രൂപം നമ്മുടെ കൺമുൻപിലേക്കൊന്ന് കാണുമ്പോൾ, നാം ഒന്ന് ആ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ദൈവമേ എന്ന് വിളിച്ച് കുരിശു വരയ്ക്കുമ്പോൾ നമ്മുടെ സത്തയിലേക്ക്, നമ്മുടെ സിരകളിലേക്ക്, നമ്മുടെ ഞരമ്പുകളിലേക്ക് പ്രസരിക്കുന്നൊരു ആത്മീക വെളിച്ചമില്ലേ? 33 വയസ്സുള്ള മശിഹാ കർത്താവ് 33ാമത്തെ വയസ്സിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞ് കടന്നുപോയെങ്കിൽ, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ പ്രപഞ്ച ഹൃദയത്തിലേക്ക് നസറായനായ ക്രിസ്തു ഒഴുകിയിറങ്ങി. ആ യേശു ക്രിസ്തു എനിക്കും നിനക്കുമാര്. ആ ക്രിസ്തുവിനെ നോക്കി പൗലോസ്ലീഹ പറഞ്ഞില്ലേ, എനിക്ക് ജീവിക്കുന്നൊരു ക്രിസ്തുവും മരിക്കുന്നൊരു ലാഭവുമാകും. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ സത്തയിലേക്കും ക്രിസ്തു പടർന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്താ? ഇഫ് ക്രൈസ്റ്റ് വെയർ ടു ലിവ് ടുഡേ, ഐ വുഡ് ഹാവ് വാഷ്ഡ് ഹിസ് ഫീറ്റ് നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹേർട്ട്സ് ബ്ലഡ്. ക്രിസ്തുദേവൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. എന്റെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ഹൃദയ രക്തം കൊണ്ട്. ഒരു ക്രൈസ്തവൻ അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനിയെ കണ്ടല്ല, ക്രിസ്തുവിനെ കണ്ടാണ് വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞത്. പ്രപഞ്ചത്തിനൊരു കാരണമാണ് ക്രിസ്തു. പ്ലേറ്റോ 40 വർഷം പഠിപ്പിച്ചു, സോക്രട്ടീസ് 50 വർഷം പഠിപ്പിച്ചു, അരിസ്റ്റോട്ടിൽ 40 വർഷം പഠിപ്പിച്ചു തത്വചിന്തകൾ. പക്ഷെ യേശു ക്രിസ്തു 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ തത്വചിന്തകൾ എവിടെ? ക്രിസ്തു ഇവിടെ. യേശു ക്രിസ്തു ഒരു വലിയ സ്വാധീനമായി പ്രപഞ്ചത്തിലേക്ക് ഒഴുകിയിറങ്ങി. അളവ് നൂൽ മനോഹര ദേശത്ത് വീണ വിശുദ്ധന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇൻസ്പിറേഷൻ ത്രൂ ബീയിങ്. സത്താപരമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഒക്ടോബർ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീക ലഹരിയായി പരിമല പുണ്യവാൻ മാറുന്നത്. അളവ് നൂൽ മനോഹര ദേശത്ത് വീണവരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? 2, അവർ ദൈവബന്ധത്തിന്റെ പൂർണ്ണത കണ്ടവരാണ്. ദൈവബന്ധത്തിന്റെ പൂർണ്ണത കണ്ടവരാണ്. എന്താണ് പെർഫെക്റ്റ്നെസ് ഓഫ് ഗോഡ് റിലേഷൻ? ദൈവബന്ധത്തിന്റെ പൂർണ്ണത വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കണ്ടതാ. അനുകൂലതകളിലെ ദൈവാഭിമുഖ്യമല്ല. നമ്മളൊക്കെ പുലർത്തുന്നത് അതാണ്. സുഖത്തോടെ ഇരിക്കുമ്പോൾ, കൈയിൻ്റെ ഒരു പെരുവിരൽ വേദനിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ സ്വഭാവ ഗുണമൊക്കെ മാറാറുണ്ട്. പ്രതികൂലതകളിലെ വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവമാണ് വിശുദ്ധന്മാരുടെ പ്രത്യേകത. എന്റെയും നിങ്ങളുടെയും പ്രത്യേകത, എന്റെയും നിങ്ങളുടെയും ആധ്യാത്മികത എന്ന് പറയുന്നത് അനുകൂലതകളിലെ ദൈവാഭിമുഖ്യമാണ്. അനുകൂലതകളിലെ ദൈവാഭിമുഖ്യം. എന്നാൽ പരിശുദ്ധന്മാരുടെ പ്രത്യേകത പ്രതികൂലതകളിലെ അഥവാ വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവമാണ്. പരിമലത്തിരുവരുടെ ജീവിതം വലിയ ഉദാഹരണമാണ്. വിശുദ്ധന്മാരുടെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോഗമാണത്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. പ്രവർത്തികളിലല്ല ക്രൈസ്തവ ജീവിതം അളക്കപ്പെടുന്നത്, പക്ഷെ റിയാക്ഷൻസിലാണ്. പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലാണ്, എൻ്റെ മുറിവുകളിൽ, എൻ്റെ വേദനകളിൽ. അങ്ങനെയാണത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 8-ാം വാക്യം ജോസഫ് പ്രതികൂലതകളുടെ മധ്യേ പറയുന്നു, ആ തടവറയിൽ നിന്ന് എന്തുമാത്രം സഹനങ്ങളിലൂടെ പോയി സഹോദരങ്ങളുടെ മുമ്പിൽ മിസ്രയീമിന്റെ ഭരണാധികാരിയായി നിൽക്കപ്പെട്ടപ്പോൾ പഴയതെല്ലാം മറന്നിട്ട് ജോസഫ് പറയുന്നുണ്ട്, ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. വിപരീതാനുഭവങ്ങളിൽ ഉയർത്തുന്നൊരു സാക്ഷ്യമുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കാണ്. സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന രാജാവിനോട് പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ, എൻ്റെ ദൈവം
രാജാവ് തിരുമനസ് ദീർഘായുസോടെ ഇരിക്കട്ടെ, എൻ്റെ ദൈവം എൻ്റെ സിംഹക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തു. ജീവിതത്തിന്റെ സിംഹക്കുഴികളിൽ, ജീവിതത്തിന്റെ പൊട്ടക്കിണറുകളിൽ, ജീവിതത്തിന്റെ വേദനയുടെ നെരിപ്പോടുകളിൽ എൻ്റെ ദൈവം എന്ന് പറയുന്നതിൻ്റെ പേര് എന്താ? അതാണ് വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവം. അതാണ് പരിശുദ്ധന്മാരുടെ അളവുനൂൽ മനോഹര ദേശത്ത് വീണവരുടെ രണ്ടാം പ്രത്യേകത, ദൈവബന്ധത്തിന്റെ പൂർണ്ണത. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ തടവറയിലെ കാരിരും വഴികളുടെ ഇടയിൽ കൂടെ മനോഹരമായൊരു പാട്ടിന്റെ പല്ലവി ഒന്ന് കാതോർത്ത് നോക്കൂ. കേൾക്കാം. പാടുന്നത് മറ്റാരുമല്ല, പൗലോസും ശീലാസുമാണ്. പാതിരാത്രിയിൽ തങ്ങളെ കാത്തിരിക്കുന്ന മരണത്തിന്റെ കാലൊച്ചകൾ കേൾക്കുമ്പോഴും, തങ്ങളെ കാത്തിരിക്കുന്ന ദുർവിധിയുടെ വാർത്തകൾ കേൾക്കാൻ കാതുകളെ തയ്യാറാക്കുമ്പോഴും, പാതിരാത്രിയിൽ ഉണർന്നിരുന്ന് ലോകമുറങ്ങുമ്പോൾ അവർ ഉറക്ക പാട്ടുപാടി തടവുകാർ ശ്രദ്ധിച്ചു. ആ വാക്കാണ് എനിക്ക് ഏറെ പ്രിയമായി തോന്നുന്നത്. തടവുകാർ ശ്രദ്ധിച്ചു. ആ തടവറയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പാട്ട് വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:25 വായിച്ചു നോക്കൂ. ഫിലിപ്പിയിലെ കാരാഗൃഹം നമ്മോടത് സംസാരിക്കുന്നുണ്ട്. പത്രോസിനെ കുറിച്ചും ഇങ്ങനെയാണ്. 2 കൈകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മരണത്തിനെ കൊരുങ്ങുമ്പോ പത്രോസിനെ കുറിച്ച് നമ്മൾ വളരെ കൂളായിട്ട് വായിക്കുന്നുണ്ട്. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വിശുദ്ധന്മാരുടെ വിശ്വാസം ഇതാണ്. വെട്ടിക്കൽ ദേറായിലെ പട്ടിണിയിലേക്ക് പരുമലത്തിരുമേനി നടന്നു പോയപ്പോൾ, പരുമലയിലേക്ക് പോന്നപ്പോൾ, മുളന്തുരുത്തിയിൽ ചാത്തുരുത്തി തറവാട്ടിലെ പത്തായത്തിൽ ഇഷ്ടം പോലെ നെല്ലും വിത്തും ഒക്കെ കടന്നിരുന്നു. ഒന്നിനും കുറവില്ലാത്തൊരു തറവാട്ടിൽ നിന്നാണ് പട്ടിണി കിടക്കാൻ വെട്ടിക്കലെ ആ പരുവരുത്ത പലകക്കട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ നടന്നുപോയി. 29 തികയുമ്പോഴേക്കും പനയന്നാർക്കാവ് മുതൽ ഇരമല്ലിക്കര വരെ 11.5 ചതുരശ്ര കിലോമീറ്ററുകൾ വിസ്തീർണമുള്ള പനങ്കാടുകൾ നിറഞ്ഞ ആ പഴയ പട്ടിണി കിടക്കേണ്ട പ്രേതഭൂമിയിലേക്ക് ഒരു 29ഓളം എത്തിയ ഒരു ചെറുപ്പക്കാരൻ ഒരു കേവ് വള്ളത്തിൽ തെക്കോട്ട് വെച്ചു പിടിച്ചതും വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവമാണ്. പറയാനൊക്കെ എളുപ്പമാണ്. എൻ്റെ ദൈവമേ, എന്തായിരിക്കും തിരുമേനിയുടെ ദൈവാനുഭവം, എത്ര ആഴമുള്ളതാണെന്ന്. വിശ്വാസം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഫെയ്ത്ത് എന്നാണല്ലോ, FAITH. എവിടെയോ ഒരു മനോഹരമായ നിർവചനം കണ്ടു. ഫോർവേഡിങ് ഓൾ ഇഷ്യൂസ് ടു ഹെവൻ. സ്വർഗത്തേക്ക് നിന്നെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കൊടുത്തേ. ഫോർവേഡിങ് ഓൾ ഇഷ്യൂസ് ടു ഹെവൻ. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും സ്വർഗത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നതിന്റെ പേരാണ് വിശ്വാസം. കണ്ണടച്ചിട്ട്. അതുകൊണ്ട് പറയും വിശ്വാസം എന്നൊരു ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. ദൈവത്തോട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നവരല്ല. എൻ്റെ പ്രശ്നത്തോട്, എൻ്റെ പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നവരല്ലേ വിശ്വാസം. ഇന്ന് ശാന്തമായി കണ്ണടച്ച് നമ്മുടെ മുൻപിലുള്ള പ്രശ്നം, ആരാണ് പ്രശ്നമില്ലാതെ? എനിക്കും നിങ്ങൾക്കുമൊക്കെ സമ്മർദ്ദങ്ങൾ ഒത്തിരിയുണ്ട്. ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന വേദനകളും പ്രതികൂലതകളും ഇല്ലേ? ഈ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സങ്കടത്തിന്റെ കൊടുങ്കാറ്റില്ലേ? കണ്ണടച്ചിട്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുമോ? എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ടെന്ന് പറയുമോ? നിങ്ങൾ മോറിയയിലേക്ക് നോക്കൂ. ലുക്ക് അറ്റ് മോറിയ. ആ വിശ്വാസം, ആ പ്രതിസന്ധിയോട് അബ്രഹാം പറഞ്ഞു, ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. അവസാനം വാളിന്റെ തുമ്പിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു കർത്താവുണ്ട്. ലുക്ക് അറ്റ് ഗത്സമൻ. ഗത്സമനിലേക്ക് നോക്കൂ. ഒലിവ് പൂത്ത രാത്രിയിൽ ആ നീസാൻ നിലാവത്ത് താങ്ങുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ പരുമല തിരുമേനി 12ാമത്തെ വയസ്സിലൊക്കെ ആ വസൂരി കനകക്കല്ലൂരി വന്ന് രോഗക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു മരുന്നും വേണ്ട എന്ന് നിശ്ചയിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഒരു മരുന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിമിഷമുണ്ട്. എന്താണ് ഈ ദൈവാനുഭവം? മരണത്തെ ബാലൻ മുന്നിൽ കണ്ടോരാ കാനക
കല്ലൂരി നാളിൽ മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ടൻ മശിഹ മാത്രമേ. ആ 12 വയസ്സുകാരൻ പറഞ്ഞത് അങ്ങനെയല്ലേ? മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ടൻ മശിഹ മാത്രമേ. ദൈവബന്ധത്തിന്റെ പൂർണ്ണതയിൽ രോഗക്കിടക്കയിലൂടെ തിരുമേനി കടന്നു പോകുമ്പോൾ തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് 1902 ഇടവക പത്രികയിൽ തിരുമേനി കാലം ചെയ്ത വർഷത്തെ കഷ്ടാനുഭവാഴ്ചയെ കുറിച്ച് എഴുതി വച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. 1902 ഇടവക പത്രിക. അതിങ്ങനെയാണ്: തിരുമേനി കഠിനമായ രോഗാസ്വസ്ഥ്യം കൊണ്ട് പീഡിതനായിരുന്ന അന്ത്യഘട്ടത്തിലും പള്ളിയിലെ ആരാധന ശുശ്രൂഷകളിലും മറ്റും മുടക്കം കൂടാതെ പങ്കെടുക്കണമെന്നും അവയിൽ മെത്രാൻ സ്ഥാനത്തിനടുത്ത കർമ്മങ്ങൾ സ്വയം അനുഷ്ഠിക്കണമെന്നും നിഷ്ഠയുണ്ടായിരുന്നു. തിരുമേനി കാലം ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കഷ്ടാനുഭവാഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച പള്ളി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനിടയ്ക്ക് ധൂപക്കുറ്റി വീശുക മുതലായ കർമ്മങ്ങൾ തന്നെത്താൻ നടത്തിയതിലെ ശരീരപാരവശ്യം ജനങ്ങളെ ഭയപ്പെടുത്തി. തിരുമേനി അവിടെ നിലം പതിച്ച് കാലം ചെയ്തു പോകുമെന്ന് ജനങ്ങൾക്ക് തോന്നി. പള്ളിയകത്തു കൂടിയിരുന്ന ജനം വാവിട്ടു നിലവിളിച്ചു പോയി. 1902 ഇടവക പത്രികയിൽ തിരുമേനിയുടെ അവസാനത്തെ ദുഃഖവെള്ളിയാഴ്ചയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ജനം കരഞ്ഞുപോയി. ഇതൊരു ബോണ്ടിങ് ആയിരുന്നു. ദൈവാലയത്തോട്, യാഗപീഠത്തോട്, ദൈവബന്ധത്തിന്റെ പൂർണ്ണത. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞിട്ടുള്ള മധുരമൊഴികളിൽ ഒരെണ്ണം ഈശ്വര പ്രാർത്ഥന. ഈ ലോകത്തെ പല വിധത്തിലും ദൈവത്തിന്റെ പാതാരവിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രയും. മദ്ബഹായിൽ കയറുന്ന ശുശ്രൂഷക്കാരനും പട്ടക്കാരനുമൊക്കെ ത്രോണോസ് മുത്തുമ്പോൾ പ്രാർത്ഥിക്കും: കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിപീഠത്തിന്റെ കൊമ്പുകളോട് ചങ്ങലകളാൽ ബന്ധിക്കണമേ. അതൊരു ബോണ്ടിങ് ആണ്, ഒരിക്കലും മുറിച്ചു മാറ്റാനാകാത്ത വിധം. ഇന്നും എന്റെ മദ്ബഹായിൽ കയറിയാൽ പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇറങ്ങും. നമ്മൾ വളരെ പെട്ടെന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കും. മലങ്കര സഭയിൽ നിന്ന് മദ്ബഹായ്ക്ക് അകത്തുള്ളവരെക്കാൾ കൂടുതൽ ശുശ്രൂഷകർ പുറത്തുണ്ട്. ഒരു പൊന്നിൻ ചങ്ങലയാണ് ഈ പ്രാർത്ഥന. ഇതൊരു ബന്ധമാണ്, ഒരു ബോണ്ടിങ് ആണ്. അതുകൊണ്ടാണ് തിരുമേനിയുടെ മൊഴികളിൽ ആവർത്തിക്കുന്ന 2 പദങ്ങളുണ്ട്. 1 എല്ലായ്പ്പോഴും, 2 സദാനേരത്തും. ദൈവത്തെ മുറുകെ പിടിക്കുക. തിരുമേനിയുടെ മധുര മൊഴികൾ ധ്യാനിക്കണം. തിരുമേനി പറയുന്നു, നിത്യവും ദൈവപ്രാർത്ഥന ചെയ്യുന്നവൻ ഒരിക്കലും അസത്യവാനോ ദുർമാർഗിയോ അവിശ്വാസിയോ ഭക്തിഹീനനോ ജനദോഷിയോ സ്വാമിദ്രോഹിയോ ആയി തീരുകയില്ല. സഹോദരങ്ങളെ, ശാന്തമായി ചിന്തിക്കുക. ദൈവബന്ധത്തിന്റെ പൂർണ്ണത കണ്ടവരെക്കാണ് അളവുനൂൽ മനോഹര ദേശത്ത് വീഴുക. രോഗക്കിടക്കയിൽ പോൾ വിപരീതാനുഭവങ്ങളിൽ എങ്ങനെയാണ്? ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മുടെയൊക്കെ അഭിമാനമായ ഒസ്താത്യോസ് തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, അദ്ദേഹം കാലം ചെയ്തു. കണ്ണിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് വചനം തിരുവചനം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് വിശ്രമിക്കുമ്പോഴാണ് മാഫിയ സോഫിയ ഗ്ലോറിയ ആ പുസ്തകം എഴുതി. 2 ബെസ്റ്റ് സെല്ലറാണ്. രോഗക്കിടക്കയിൽ പോലും പുലർത്തുന്ന ആ ഒരു പോസിറ്റിവിറ്റി. നമ്മുടെ പ്രിയപ്പെട്ട TJ ജോഷുവ അച്ഛൻ രോഗക്കിടക്കയിൽ ക്യാൻസർ വേദനയിൽ കിടക്കുമ്പോഴാണ് മൗനിയായ 7 ദിനങ്ങളും മരണത്തോട് മുഖാമുഖം, ദൈവമേ നീ എൻ്റെ ദൈവം, ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അടുത്ത കാലത്ത് വിശ്വവിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്കറിയാമോ? റാൻഡി പോഷിന്റെ ലാസ്റ്റ് ലെക്ചർ, അന്ത്യ പ്രഭാഷണം. DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലെ ഒരു മനുഷ്യനാണ്. പാൻക്രിയാസിന് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം പ്രഭാഷണ വേദികളിൽ ഇറങ്ങിയിട്ടില്ല. ആ പുസ്തകം, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളാണ് ലാസ്റ്റ് ലെക്ചർ. ഇന്ന് ഏറ്റവും ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമാണ്. അദ്ദേഹം അവസാനം മരിക്കുന്നൊരു പ്രഭാഷണ വേദിയിൽ വീണാണ്. അന്ത്യപ്രഭാഷണം. രോഗക്കിടക്കകളെ സർഗാത്മകമാക്കുന്ന മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ NN കക്കാട്, അദ്ദേഹത്തിന്റെ സഫലമീ യാത്ര എന്നൊക്കെ പറയുന്ന കവിത വായിച്ചിട്ടില്ലാത്തവരുണ്ടാകില്ല. 1927 ജനിച്ച 1987 മരിച്ച NN കക്കാട്. അദ്ദേഹം അർബുദ രോഗബാധിതനായി
കഴിയുമ്പോഴാണ്, മോഹഭംഗങ്ങളുടെ കിടക്കയിൽ കിടക്കുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത്. മരണം കാത്തു കിടക്കുമ്പോൾ സഫലമീ യാത്ര. ക്യാൻസർ കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചു, ആതിരവരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. ധനുമാസത്തിൽ വരാനിരിക്കുന്ന തിരുവാതിരയെ സ്വപ്നം കണ്ടാണ് അദ്ദേഹം എഴുതിയത്. ആതിരവരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നുമെന്തെന്നും ആർക്കറിയാം. അതുകൊണ്ട് ഇന്നിനെ സമൃദ്ധമാക്കുക. വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. അദ്ദേഹം മനോഹരമായിട്ട്, നമുക്കൊന്ന് കണ്ണു നനയാതെ അത് വായിക്കാനൊക്കില്ല. അദ്ദേഹം എഴുതുന്നുണ്ട്, എന്ത് നിൻ മിഴീണ തുളുമ്പുന്നുവോ സഖീ, ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങൾ. ജീവിതത്തില് ഇനി ഇത്ര ദിവസങ്ങളെ ഉള്ളെങ്കിൽ പോലും ആ ജീവിതത്തെ ചന്തം നിറയ്ക്കുക, ജീവിതത്തിന്റെ പ്രസന്റിനെ പ്രസാദാത്മകമാക്കുക. അദ്ദേഹം എഴുതി, പിന്നെ ഓരോ തളിരിനും പൂവിനും കായ് വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം, സഫലമീ യാത്ര. ജീവിതത്തെക്കുറിച്ച് പാടാനാകുമോ? ഒരുപക്ഷെ രോഗക്കിടക്കയുണ്ട്, ഒരുപക്ഷെ വേദനയുടെ നെരിപ്പോടുകളുണ്ട്, സങ്കടങ്ങളുടെ താഴ്വരയുണ്ട്. പാടാനാകുമോ? സ്വന്തം ജീവിതത്തെ നോക്കി എനിക്ക് നിങ്ങൾക്കും സഫലമീ യാത്ര. അദ്ദേഹം അന്ന് അർബുദത്തെ അതിജീവിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറെ നാളുകൂടി ജീവിച്ചു. 1818 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് സൂചിപ്പിക്കട്ടെ. 48 വർഷം ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഫിലിപ്പ് ഡോഡ്ബ്രിഡ്ജ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഇവിടെയല്ല, പുറത്തുള്ളയാളാണ്. നിത്യം രോഗിയായിരുന്നു. ക്ഷയരോഗിയായ മനുഷ്യനാണ്. ക്ഷയരോഗത്തിന്റെ കാഠിന്യം കൊണ്ട് കിടക്കയിൽ വീണുപോയ മനുഷ്യനാണ്. 48-ാമത്തെ വയസ്സിലെ രോഗത്തിൽ അദ്ദേഹം മരിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഗാനരചയിതാക്കളിൽ മുൻപനാണ് അദ്ദേഹം, ഫിലിപ്പ് ഡോഡ്ബ്രിഡ്ജ്. ക്ഷയരോഗത്തിൽ അദ്ദേഹം വീണ് കിടക്കുമ്പോൾ ഭക്തനായ മനുഷ്യൻ ചുമച്ചും പിന്നെയും ചുമച്ചും ജീവിതത്തിന്റെ ആ രോഗക്കിടക്കയിൽ കൂടെ പോകുമ്പോഴാണ് അദ്ദേഹം എഴുതിയത്, എന്റെ രക്ഷകാ. എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. എൻ ദൈവമേ നിന്നീലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ നിത്യവും കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. എന്നെ കേൾക്കുന്ന സഹോദര, ജീവിതത്തിൽ ഇങ്ങനെ ചുമച്ച് ക്ഷയരോഗിയായി ജീവിതം പിന്നിടുമ്പോൾ ആ ദിനങ്ങളെക്കുറിച്ച്, ആ ദിനങ്ങൾക്കപ്പുറം പ്രത്യാശയുടെ ദിനങ്ങളെക്കുറിച്ച് ഓർത്ത് പാടി, ഭാഗ്യനാൾ. ഇതാണോ ഭാഗ്യനാൾ? എന്താണ് ഈ ഭാഗ്യനാൾ? ഈ പ്രസിദ്ധമായ ഗീതത്തിന്റെ തർജ്ജമയുണ്ടായി. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ കുട്ടികളുടെ സ്ഥിരീകരണ ശുശ്രൂഷയിലും മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് സഭകളിലൊക്കെ സ്നാന സമയത്ത്, മാമോദീസ സമയത്തും ഒക്കെ ഈ പാട്ട് പാടാറുണ്ട്. ജീവിതത്തിന്റെ രോഗക്കിടക്കുകളിൽ പ്രശസ്തനായ ഐറിഷ് കവി തോമസ് മൂറിന്റെ ജീവിതത്തിൽ രണ്ട് പെൺമക്കളും മരിച്ചു. അകാലത്തിൽ മരിച്ചു, തുടർച്ചയായി മരിച്ചു. അദ്ദേഹം തുടർന്ന് രചിച്ച കവിതയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വരിയുണ്ട്, എർത്ത് ഹാസ് നോ സോറോ ദാറ്റ് ഹെവൻ കനോട്ട് ഹീൽ. സ്വർഗത്തിന് സൗഖ്യമാക്കാനാകാത്ത ഒരു വ്യഥയും ഒരു സങ്കടവും ഭൂമിക്കില്ല. എർത്ത് ഹാസ് നോ സോറോ ദാറ്റ് ഹെവൻ കനോട്ട് ഹീൽ. സ്വർഗത്തിന് സൗഖ്യമാക്കാനാകാത്ത ഒരു സങ്കടവും ഭൂമിക്കില്ല. പരിശുദ്ധന്മാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ രോഗക്കിടക്കയിലും തിരുമേനി ശാന്തനായി വിപരീതാനുഭവങ്ങളിൽ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വിപരീതാനുഭവങ്ങളിൽ നാം എങ്ങനെയാണ്? ദൈവമുണ്ട് എന്ന് നമുക്കറിയാം, അതൊരറിവാണ്. അനുകൂലതകളിലെ അറിവാണ് ദൈവമുണ്ട് എന്നുള്ളത്. എന്നാൽ ദൈവമുണ്ടല്ലോ,
എന്നുള്ളത് ഒരു ബോധ്യമാണ്. അത് പ്രതികൂലതകളിലെ ദൈവാനുഭവമാണ്. ദൈവമുണ്ട് എന്നുള്ളത് ആത്മീകതയിലെ അനുകൂലതകളിലെ അറിവാണെങ്കിൽ, ദൈവമുണ്ടല്ലോ എന്നുള്ളത് പ്രതികൂലതകളിലെ ബോധ്യമാണ്. ഓർക്കുക, ആരാണ് നമ്മുടെ ദൈവം? അമേരിക്കയിലെ സമ്പന്ന കുടുംബത്തിൽ നടന്നൊരു ഒരു സംഭവമാണ് പണ്ട്. ആ കുടുംബത്തിലെ കാലങ്ങൾക്ക് മുമ്പാണ്, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്ന കാലം, അല്ലെങ്കിൽ ആദ്യ പകുതിയിലാണ്. ഇളയ കുട്ടിയുടെ, ആ കുടുംബത്തിലെ ഇളയ കുഞ്ഞിൻ്റെ കാലൊരു കാറപകടത്തിൽ തകർന്നുപോയി. ഭീകരമായി തകർന്നുപോയ ഒരു കൗമാരക്കാരനാണ്. മിക്കവാറും മുട്ടിന് മുകളിൽ വെച്ച് കുഞ്ഞിൻ്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു. ആശുപത്രിയിൽ മാതാപിതാക്കൾ കണ്ണീരോടെ സ്വന്തം മകൻ്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ആ കുഞ്ഞും വലിയ സങ്കടത്തിലാണ്. തൻ്റെ ചതഞ്ഞുപോയ കാലിനെ നോക്കി ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ആശുപത്രിയുടെ കിടക്കവിൽ ഇറ്റിറ്റു വീണുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഡോക്ടറും പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കട്ടെ. ആ കുഞ്ഞ് മാതാപിതാക്കളോട് ചോദിച്ചു, പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കുമെങ്കിൽ ഉറങ്ങാതെ പ്രാർത്ഥിക്കാമോ എനിക്ക് വേണ്ടി? എല്ലാവരും പ്രാർത്ഥിക്കുമോ? എല്ലാവരോടും ചോദിച്ചു. മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ കിടക്കയ്ക്ക് ചുറ്റുമുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വരുമ്പോൾ കാണുന്നത് പേരൻസ്, സഹോദരങ്ങളും ഒക്കെ മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ കുഞ്ഞ് ആ കട്ടിലിൽ കൈകൂപ്പി കിടക്കുന്നു. അവൻ്റെ കിടക്കയിലേക്ക് അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ വീഴുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നില്ല. ക്രമേണ സൗഖ്യമായി. വളരെ ആരോഗ്യവാനായ കുട്ടി മാറി. ദൈവം മഹാത്ഭുതം പ്രവർത്തിച്ചു. ആ കുട്ടി അമേരിക്കയുടെ പ്രസിഡന്റായി മാറി. പിന്നീട് ജീവനുള്ള ചരിത്രമാണത്. ഐസൻഹോവർ 1952 ജോൺ എഫ് കെന്നഡിക്ക് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന മഹാനായിരുന്ന ഐസൻഹോവർ. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക വിപരീതാനുഭവങ്ങളിൽ? എൻ്റെ ദൈവം ആരാണ്? ചിലപ്പോൾ നമ്മുടെ വേദനകളിൽ അതിൻ്റെ ആഴം കുറയാറില്ല, പക്ഷെ ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറില്ലേ? ജീവിതത്തിൽ നാം താണ്ടേണ്ട, നാം കടക്കേണ്ട മതിലുകളുടെ ഉയരം കുറയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും. പക്ഷെ ചില ഗോവണികൾ ദൈവം ചാരിത്തരാറുണ്ട്, അല്ലേ? കടന്നു പോകുന്ന വഴികളിൽ പലപ്പോഴും ഇരുട്ടിന്റെ ഘനം കുറയാറില്ല, പക്ഷെ ചില വഴി വെളിച്ചങ്ങൾ തമ്പുരാൻ തെളിച്ചു തരാറില്ലേ? ചില പോക്കുവഴികൾ, നാം പോകേണ്ട ദൂരം, എത്രയോ കാതങ്ങൾ സഞ്ചരിക്കാനിരിക്കുന്നു, ദൂരം കുറയാറില്ല, പക്ഷേ പാദങ്ങളുടെ ബലം കൂടാറില്ലേ? വേദനകളേറെ ഉണ്ടാകാറുണ്ട്, അല്ലേ? പക്ഷെ ചുമലിൽ ഒരു കരം തലോടാറില്ലേ? ഭാരം കുറയുന്നില്ല ചുമക്കുന്നതിൻ്റെ, പക്ഷെ ചുമലിന്റെ ബലം കൂടാറില്ലേ? ദൈവം ഇങ്ങനെയാണ്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് നമ്മളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് 22:43 നാം വായിക്കുന്നത് പോലെ, കർത്താവ് ഉരുകിയപ്പോൾ ശക്തിപ്പെടുത്താനൊരു ദൂതൻ പ്രത്യക്ഷനായി. സിംഹക്കുഴിയിൽ ദാനിയേൽ വീണപ്പോ കുഴി വീഴേണ്ടി വന്നു, പക്ഷേ രാജാവ് കല്ലിന് മുദ്ര വെച്ചു. പക്ഷെ ദൈവം സിംഹങ്ങളുടെ പല്ലിന് മുദ്ര വെച്ചു. ദൈവം ഇങ്ങനെയാണ്. ദൈവബന്ധത്തിന്റെ പൂർണ്ണതയിലൂടെ കടന്നുപോയവരാണ് പരിശുദ്ധന്മാർ. അവരത് കണ്ടവരാണ്. ആർക്കാണ് അളവ് നൂൽ മനോഹര ദേശത്ത് വീണത്? ഒന്ന്, ജീവിതത്തെ സത്ത കൊണ്ട് മറ്റുള്ളവരെ, പ്രപഞ്ചത്തെ സ്വാധീനിച്ചവർ, അവരാണ് വിശുദ്ധന്മാർ. രണ്ട്, ദൈവബന്ധത്തിന്റെ പൂർണ്ണതയിലേക്ക് വിപരീതാനുഭവങ്ങളിൽ ദൈവമുണ്ടല്ലോ എന്ന് പറയുമോ? മൂന്ന്, അളവുനൂൽ മനോഹര ദേശത്ത് വീണവരുടെ മൂന്നാമത്തെ പ്രത്യേകത, അവർ മനുഷ്യരായിരുന്നു, പക്ഷേ അതിശയകരമായ ആറാം ഇന്ദ്രിയം തുറക്കപ്പെട്ടവർ. എ മിറാക്കുലസ് സിക്സ്ത് സെൻസ്, അതിശയകരമായ ആറാം ഇന്ദ്രിയം. ഗ്രിഗോറിയ, നാം ധ്യാനിക്കുന്ന പരിശുദ്ധൻ ഗ്രിഗോറിയോസ് ആണല്ലോ. ഗ്രിഗോറിയ എന്ന വാക്കിന്റെ അർത്ഥം ഉണർവ് എന്നാണ്. ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത. പ്രപഞ്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
ദൈവം ചിലർക്ക് അത് നൽകും, ഒരു വല്ലാത്ത ഉണർവ്. ജീവജാലങ്ങൾക്ക് പോലും കൊടുക്കും. കാട്ടുതീക്ക് മുൻപ് കാട്ടിലെ സിംഹങ്ങൾക്ക് അത് സെൻസ് ചെയ്യില്ല, പക്ഷേ കാട്ടിലെ കിളികൾ കൂട്ടത്തോടെ ചിലയ്ക്കും. ആദ്യം തിരിച്ചറിയുന്നത് കാട്ടുതീ ഉണ്ടാകുമ്പോൾ കാട്ടിലെ പക്ഷികളാണ്. ഭൂകമ്പത്തിന് മുമ്പ് കാട്ടിലെ മഹാരാജനറിയില്ല, നാട്ടിലെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ ഡോക്ടറേറ്റുള്ള അച്ചായന് മനസ്സിലാവത്തില്ല, പക്ഷെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ആദ്യം ഇളകും. ദൈവം ആറാമിന്ദ്രിയം കൊടുക്കും പലർക്കും. മനുഷ്യന് ഒരു ആന്തരിക കണ്ണും ആറാമിന്ദ്രിയവും കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളിൽ മാർത്തോമാ ശ്ലീഹായുടെ സദറ വായിക്കുമ്പോൾ, ദൈവമായ കർത്താവേ, മാർത്തോമാ ശ്ലീഹായെ പോലെ ആന്തരിക കണ്ണുകളാൽ നിന്നെ കാണുവാനും തിരുമുറിവുകളെ പരിശോധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആന്തരിക കണ്ണുകൾ കൊണ്ട് തമ്പുരാനെ കാണാൻ പരിശുദ്ധന്മാർക്ക് കൊടുത്ത ആറാമിന്ദ്രിയം. അതുകൊണ്ടാണ് എത്ര അനുഭവങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 22 അറിയില്ലേ? മൊറിയാമല കയറുന്ന അബ്രഹാം ആറാമിന്ദ്രിയം തുറന്നു കൊടുത്തു ദൈവം. യഹോവ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദ്വീപിൽപ്പെട്ടയാളാ പറയുന്നത്. ചുറ്റും വഴിയടയുമ്പോഴും പുറത്തൊരു വാതിൽ കാണുന്നവനാണ് വിശുദ്ധൻ. അതാർക്കും അടച്ചുകൂടാ. കണ്ടാലും ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. തടവറയിൽ കിടക്കുന്ന ജോസഫിന് ആറാമിന്ദ്രിയം തുറന്നു കൊടുത്തപ്പോഴാണ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത്. തടവറയിൽ കിടക്കുന്ന ദാനിയേലിന് ആറാമിന്ദ്രിയം തുറക്കപ്പെട്ടപ്പോഴാണ് രാജാവിന്റെ പോലും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചത്. വിശുദ്ധ ബൈബിൾ പറയുന്നു. ചരിത്രം ഒത്തിരിയുണ്ട്. ഒരാറാമിന്ദ്രിയം പരിശുദ്ധന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ പരമല തിരുമേനിയുടെ ജീവിതത്തിൽ തന്നെ എത്രയോ സംഭവമുണ്ട്. വീയപുരം പള്ളിയിൽ താൻ വിവാഹം ആശീർവദിച്ചു കൊണ്ടിരിക്കെ വധൂവരന്മാരിൽ ആരുടെയോ ഒരാളുടെ മോതിരം തറയിൽ വീണപ്പോൾ ജനത്തിന്റെ പിറുപിറുപ്പ് കണ്ടപ്പോ, ഇന്നാണെങ്കിൽ അത് വാട്സാപ്പിൽ വന്നേനെ, നിങ്ങൾ ഭാരപ്പെടേണ്ട, നാം ഇനിമേലിൽ ഒരു വിവാഹം ആശീർവദിക്കുകയില്ല എന്ന് നമ്മുടെ തിരുമേനി കൽപ്പിച്ചില്ലേ? പിന്നീട് തിരുമേനി ഒരു വിവാഹവും ആശീർവദിച്ചിട്ടില്ലല്ലോ. മരണത്തെ മുന്നിൽ കണ്ടു. തിമിർത്തു പെയ്യുന്ന തുലാം 18 രാത്രി മഴയത്ത് തീയതി ഇന്ന് എത്രയായി എന്ന് ആരാഞ്ഞറിയുമ്പോൾ, ഇന്ന് 18 ഉത്തരം പറഞ്ഞ് പ്രിയപ്പെട്ടവരോട് ഇനി 2 ദിവസം കൂടി വേദന സഹിക്കണമല്ലോ എന്ന് പറഞ്ഞതും 21-ാം തീയതി നടക്കേണ്ട മരണത്തെ മുൻകണ്ടുകൊണ്ടല്ലേ ഒരാറാമിന്ദ്രിയം? മരണത്തിന് ദിനങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു നിധിയുണ്ട് എന്ന് പുണ്യവാൻ പറഞ്ഞില്ലേ? അതൊരു നിധിയായി, പരുമലയ്ക്കൊരു നിധി വിളയുന്ന ഭണ്ഡാരമായി മാറിയില്ലേ? പാളയം പള്ളിയുടെ മുറ്റത്ത് തൻ്റെ കയ്യിലിരുന്ന മരക്കുരിശ് കൊണ്ട് ആകാശത്തെ സൂര്യനെ നോക്കിയപ്പോൾ ഡിക്രൂസായിപ്പ് പോലും വിളറി വെളുത്തുപോയി. സൂര്യനെ പെട്ടെന്ന് മറച്ച, പകലോനെ മറച്ച കാർമേഘം എന്തോ ഒരു ആറാമിന്ദ്രിയം. യോശുവ സൂര്യചന്ദ്രന്മാരെ നിശ്ചലമാക്കിയതുപോലെ, ഏലിയാവ് ആകാശത്തെ മഴ പെയ്ച്ചതുപോലെ, ഇവിടെ ഇതാ പരുമല പുണ്യവാൻ മലങ്കരയുടെ ചരിത്രത്തിൽ കോൾമയിർ കൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ. പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ തിപ്സിലെ പൗലോസിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ സംസ്കരിക്കാൻ കുഴിയെടുത്തത് സിംഹങ്ങളാണെന്നാണ്. ആ മഹാമുനിയെ, ആ വലിയ പിതാവിനെ, തിപ്സിലെ പൗലോസ് സന്യാസി പിതാക്കന്മാരിൽ ഒരാളാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെറോം പിതാവിൻ്റെ ചിത്രം കണ്ടാൽ ജെറോം പിതാവിൻ്റെ കാൽക്കൽ ഉരുമ്മിക്കിടക്കുന്ന ഒരു സിംഹത്തിൻ്റെ ചിത്രം കൂടെ കാണാം. ഒരു ദിവസം ഈ ജെറോം പിതാവ് ജീവിച്ചിരുന്ന ആശ്രമത്തിന്റെ വാതിക്കലൊരു അലറി വിളിക്കുന്ന സിംഹത്തെ കണ്ടു. ഈ ജെറോം പിതാവ് ചെന്നപ്പോ ആ സിംഹത്തിന്റെ കാലിലൊരു മുള്ളുണ്ട്. ആ മുള്ളു വലിച്ചൂരിക്കളയും. അന്ന് മുതൽ ഈ ആശ്രമത്തിൽ സിംഹമുണ്ട്. സഹചാരിയായി, പിതാവിന്റെ സഹചാരിയായി. അതിന്റെ പുറകിലൊക്കെ പിന്നീട് ചരിത്രമുണ്ട്. ആ സിംഹം വിട്ടുമാറാതെ പ്രപഞ്ചത്തെ പോലും വന്യമൃഗങ്ങളെ പോലും സ്വാധീനവൽക്കരിക്കുന്ന
ഒരാറാമിന്ദ്രിയത്തിൻ്റെ, ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ഉണ്ട്. 1951 പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവായുടെ ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ കൊൽക്കട്ടയിൽ വെച്ച്, ബാവായുടെ ജീവിതത്തിൽ അന്ന് വ്യവഹാരം നടക്കുന്ന കാലമാണ്. ഏത് യാത്രയിലാണെങ്കിലും പരിശുദ്ധ ബാവ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പാതിരാ പ്രാർത്ഥന നടത്തും. രഹസ്യ പ്രാർത്ഥന മുഴുവൻ പൂർത്തിയാക്കും. ഒരു ദിവസം ഇങ്ങനെ നേരം വെളുത്തപ്പോൾ തിരുമേനി പറഞ്ഞു അത്രേ, മറ്റന്നാൾ കേസിൻ്റെ വിധിയാണല്ലോ, നമ്മൾ തോറ്റുപോകും, എന്നാൽ ഒരു പോയിന്റിൽ അവസാനം ജയിക്കും. ആർക്കും ഒന്നും മനസ്സിലായില്ല. വിധി വരാൻ പോകുന്നതേ ഉള്ളൂ. മറ്റന്നാൾ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുകയാണ്, മറ്റന്നാൾ കേസിൻ്റെ വിധിയാണല്ലോ, നമ്മൾ തോറ്റുപോകും, എന്നാൽ ഒരു പോയിന്റിൽ അവസാനം ജയിക്കും. അതൊരു സ്വപ്നം കണ്ടതായാണ് ബാബ പറഞ്ഞത്. ഇത് തോമാമാർ ദിവനാസ്യോസ് തിരുമേനിയോടാണ് പറഞ്ഞതത്രേ. അടുത്ത ദിവസം കഴിഞ്ഞു, കമ്പി കിട്ടി, കേസ് തോറ്റു. മുന്നമേ തിരുമേനി സ്വപ്നത്തിൽ കണ്ടു. തിരുമേനി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ തോൽക്കുമെന്ന്. ഒരു പോയിന്റ് ഉണ്ട്. ഒടുവിൽ സുപ്രീം കോർട്ടിൽ ഇത് അപ്പീൽ പോയി വാദം കേട്ടു. 58 പ്രധാനപ്പെട്ട വിധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബാരിസ്റ്റർ MK നമ്പ്യാർ റെസ് ജുഡിക്കാറ്റ എന്ന പോയിന്റ് ഉന്നയിച്ചു എന്നാണ്. വിധി സുപ്രീം കോർട്ട് റദ്ദാക്കി, പഴയ വിധി. ആ ഒരു പോയിന്റിൽ 1958 മലങ്കര സഭയിൽ സമാധാനം ഉണ്ടായി. 7 വർഷം ബാബ ധൈര്യമായിരുന്നു, നിരാശപ്പെട്ടില്ല, സത്യം ജയിക്കുമെന്നുരുവിട്ടു. നാട്ടിലേക്ക് അയച്ച കമ്പി സന്ദേശത്തിൽ പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. ചില ദർശനങ്ങൾക്ക്, ചില സ്വപ്നങ്ങൾക്ക് അങ്ങനെയാണ്. പിതാക്കന്മാർക്ക് ദൈവം അത് കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ജീവിതത്തിൻ്റെ വേദനകളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ഒരകക്കണ്ണ് തുറന്നു പിടിച്ചിരുന്നു പരിശുദ്ധന്മാർ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാം. സഹോദരങ്ങളെ, ഈ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരകക്കണ്ണ് തുറന്നു പിടിക്കുന്ന പരിശുദ്ധന്മാർ ചരിത്രത്തിൽ ഒത്തിരി ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ജൂലിയസ് സീസർ മരിച്ചത് BC 4 കേട്ടിട്ടുണ്ട്. ജൂലിയസ് സീസർ മരിക്കുന്നത് റോമൻ സെനറ്റിലേക്കുള്ള യാത്രാവേളയിൽ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടാണ്. അന്ന് ആ സെനറ്റ് യോഗത്തിന് പോകുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ പത്നിയായ കാൽപൂർണിയ സീസറോട് പറഞ്ഞു, സീസറെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇന്ന് പോകരുത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഒരു ദുർനിമിത്തം ഉണ്ടായി, അങ്ങിന്ന് എന്തോ അപകടം സംഭവിക്കുമെന്ന്. സീസർ അവഗണിച്ചു, ചിരിച്ചുകൊണ്ട് ഭാര്യയുടെ സ്വപ്നത്തെ അവഗണിച്ചു. ആ യാത്രയിലാണ് മരണം. ഷേക്സ്പിയർ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇനി സീസർ പറഞ്ഞത്രേ, ഇനി റോമൻ സെനറ്റ് കൂടുന്നത് എൻ്റെ പ്രിയപത്നി കാൽപൂർണിയയ്ക്ക് മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി എന്ന് എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ എങ്ങനെ പറയും? വളരെ സരസമായി ഷേക്സ്പിയർ അത് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആറാമിന്ദ്രിയം, ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ കാഴ്ച ചില നേരങ്ങളിൽ മനുഷ്യന് തരും. പരിശുദ്ധന്മാർക്കത് ഇരട്ടിയായി കൊടുത്തിരുന്നു. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ എണ്ണം പറഞ്ഞ സംഭവങ്ങളുണ്ട്. പക്ഷികളുടെ പോലും ഭാഷ വശമായിരുന്നു എന്നാണ് ചരിത്രം പറയുക. ദൈവമേ, വിശുദ്ധന്മാരുടെ ജീവിതം അളവുനൂൽ മനോഹര ദേശത്ത് വീണതുപോലെയാണെങ്കിൽ അവരുടെ പ്രത്യേകതകൾ നാം ഇന്ന് ധ്യാനിക്കുന്നു. ജീവിതം കൊണ്ട് സത്ത കൊണ്ട് സ്വാധീനിച്ച പരിശുദ്ധന്മാർ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമോ? രണ്ടാമത്, അവരുടെ ദൈവബന്ധത്തിന്റെ പൂർണ്ണത അനുകൂലതകളിലെ ദൈവാഭിമുഖ്യമല്ല, വിപരീതാനുഭവങ്ങളിലെ ദൈവാനുഭവമാണ് വിശുദ്ധന്മാരുടെ ആത്മീകാനുഭവം, വിശുദ്ധന്മാരുടെ ദൈവബന്ധം. 3, അതിശയകരമായ ഒരാറാമിന്ദ്രിയം, എ മിറാക്കുലസ് സിക്സ്ത് സെൻസ്. പരിമല തിരുമേനിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്തോറും വീണ്ടും വീണ്ടും നമ്മുടെ ചിന്തകളിലേക്ക് ഓടിയെത്തുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകർഷി, സൂര്യനെ പോലെ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസം. തിരുമേനിയുടെ ഓർമ്മ, മധ്യസ്ഥത നമുക്ക് വാഴ്വിനായി തീരട്ടെ.
ഈ നിമിഷങ്ങളിൽ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം.